ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതോടുകൂടി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും സപ്ലൈയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗ്യാസിനെയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ 50% സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് കടന്നു വരുന്നത്. എന്നാൽ LNG ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ 55 മുതൽ 60% വരെയും LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ നമ്മളെല്ലാം വീട്ടിലുപയോഗിക്കുന്ന LPGയുടെ 80 മുതൽ 85% സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മോദി മുൻപ് ഗ്യാസിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഭൂലോക വിഡ്ഢിത്തം ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയേറെ വൈറൽ ആവുകയാണ്. ഗ്യാസ് സപ്ലൈയിൽ ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധിയും എങ്ങനെ ഗ്യാസ് ഉണ്ടാക്കാം എന്ന് മോദി മുൻപ് പറഞ്ഞതും അമിത്ഷാ പണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഇന്ത്യയിൽ മോദി ഉള്ളിടത്തോളം കാലം ഗ്യാസിന് കുറവ് വരാൻ സാധ്യതയില്ല എന്നുള്ള എൻ്റെ അനുമാനവും ഇതിനെക്കുറിച്ചുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യങ്ങളും നമുക്ക് അവലോകനം ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാസിന്റെ വിലയിൽ കുത്തനെ വർധനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയും കാണാം. എന്നത്തെയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഗോദി മീഡിയ ANAയുടെ മാർച്ച് 6 ന്യൂസ് ഫ്ലാഷ് കണ്ടോ. മാർച്ച് 6 പാതിരാത്രി 11:45 ഈ വാർത്ത വരുന്നത്. ഇന്ന് മാർച്ച് 7 മുതൽ 14.2 കിലോഗ്രാം ഉള്ള ഡൊമസ്റ്റിക് പാചകവാതക സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 60 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ ഡൽഹിയിൽ LPG സിലിണ്ടറിന്റെ വില 853 നിന്ന് 913 വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഗ്യാസ് സപ്ലൈക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് സർക്കാർ പറഞ്ഞപ്പോഴാണ് ഓൾറെഡി 60 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗിന്റെ മാർച്ച് 4 ഈ വാർത്ത കണ്ടോ. ഇറാനിലെ പ്രതിസന്ധി നീണ്ടുപോകും തോറും ഇന്ത്യയിലെ കുടുംബങ്ങൾ വലിയ ഇന്ധന പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന്. ഈ വാർത്തയിലെ പ്രധാന ടേക്ക് എവേസ്, അതായത് പ്രധാന പോയിന്റുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ ഇന്ത്യൻ കുടുംബങ്ങൾ തീവ്രമായ പാചകവാതക പ്രതിസന്ധിയാണ് ഈ യുദ്ധം മൂലം നേരിടാൻ പോകുന്നത്. അതിന് കാരണം LPG ഗ്യാസ് പേർഷ്യൻ ഗൾഫിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇന്ത്യ തങ്ങൾക്കാവശ്യമായ 90% LPG വാങ്ങുന്നത് എന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇത് കൊണ്ടുവരാനുള്ള ഫ്ലെക്സിബിലിറ്റി വളരെ പരിമിതമാണ്. ഗവൺമെന്റ് ഒഫീഷ്യലുകളുടെ വാക്കുകൾ പ്രകാരം ഇന്ത്യക്ക് പരമാവധി 30 ദിവസത്തേക്ക് വലിച്ചു നീട്ടാനുള്ള LPG സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത്. എണ്ണയുടെ കാര്യത്തിൽ ഉടനടി ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ലെങ്കിൽ പോലും ഗൾഫ് മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുടെ വരവിന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ റേഷൻ ചെയ്യേണ്ടി വരും. അതായത് എത്ര കടുത്ത പ്രതിസന്ധിയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഓൾറെഡി തന്നെ പല സംസ്ഥാനങ്ങളിലും LPGക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. CNBC TV18 ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഗുജറാത്ത് ഗ്യാസ് ദിനം പ്രതി ഇൻഡസ്ട്രിയൽ വ്യാവസായിക കസ്റ്റമേഴ്സിന് നൽകുന്ന അളവിൽ 50% കുറവ് മാർച്ച് മാസം 6 മുതൽ മാർച്ച് മാസം 31 വരെ നടപ്പിലാക്കിയിരിക്കുകയാണ് എന്ന്. ഈ കാലയളവിൽ ഉപഭോഗം നിയന്ത്രിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സോഴ്സുകൾ നൽകുന്ന വിവരമനുസരിച്ച് ഉപഭോഗം മൊത്തമുള്ള അളവിനേക്കാൾ കൂടിയാൽ ഗ്യാസ് സപ്ലൈ ഉടനടി കട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് ക്രൂഡ് ഓയിലും മറ്റ് പ്രധാന പ്രോഡക്റ്റുകളും ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അതിനാൽ ഷോർട്ട് ടൈമിൽ ഇതിന് പ്രശ്നമൊന്നും വരികയില്ല എന്നാണ്. ഗവൺമെന്റ് ഇങ്ങനെ പറയുമ്പോൾ പോലും ഗുജറാത്ത് ഗ്യാസ് ഓൾറെഡി അവരുടെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ 50% കുറവ് വരുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. മോദി ഗവൺമെന്റ് പറയുന്നതും വസ്തുതയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഹിന്ദുസ്ഥാന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. പെട്രോൾ ഡീസൽ അല്ല, LPGയുടെ സപ്ലൈ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം ഗ്യാസിന്റെ വിലയിൽ 50% വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 35% വരെ വർധനവാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് ടെക്സാസ് ക്രൂഡിന്റെ വില 65 രൂപയോളം ആയിരുന്നത് 90 രൂപയിൽ വരെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 50% വരെ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സന്ദർഭത്തിൽ ഗ്യാസിന്റെ ഷോർട്ടേജിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് മോദിയുടെ വലിയ അറിവ്
വീണ്ടും വൈറലാവുകയാണ്. കാർട്ടൂണിസ്റ്റ് മഞ്ജുൾ മോദിയുടെ വിഡ്ഢിത്തം പറയുന്ന ഈ പഴയ വീഡിയോ പങ്കുവച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്: യൂറോപ്പിൽ ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാവാം, എന്നാൽ ഇന്ത്യയിൽ അതിന് ഒരു ഷോർട്ടേജും ഉണ്ടാവുകയില്ല. അതിന് മോദിക്ക് താങ്ക് യു പറയൂ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച മോദിയുടെ ഈ ഒന്നാം തരം ലോകോത്തര ശാസ്ത്രീയ അറിവ് എന്താണെന്ന് കേട്ടുകൊള്ളൂ. मैंने एक बार अखबार में पढ़ा था, किसी छोटे से नगर में नाले के पास कोई चाय का ठेला लेकर के खड़ा रहता था और चाय बना करके बेचता था. ഞാൻ ഒരു പ്രാവശ്യം പത്രത്തിൽ വായിച്ചു, ചെറിയൊരു നഗരത്തിൽ ഡ്രെയിനേജിന്റെ അടുത്ത് ഒരാൾ ഒരു ചായയുടെ പെട്ടിക്കടയിട്ട് ചായ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്നു. ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന ആ സൂട്ടും കോട്ടും ഇട്ടോർ ഉൾപ്പെടെയുള്ളവർ രോമാഞ്ച പുളകിതരായി ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലും ഭയങ്കരം. തുടർന്ന് പറയുകയാണ്, और वहीं पर उनके एक नाली, गंदी नाली जाती थी. अब इसके दिमाग में कोई विचार आया, उसने उस नाली में, स्वाभाविक ये गंदी नाली होती, वहां गैस भी निकलता है तो कभी दुर्गंध आती थी. उसने एक छोटी सी बर्तन को उल्टा करके उसमें छेद करके एक पाइप डाल दी और जो गटर से गैस निकलता था वो पाइपलाइन से उसके अपने चाय के ठेले में ले लिया और वो चाय बनाने के लिए उसी गैस का उपयोग कर करके चाय बनाता था. सिंपल सी टेक्नोलॉजी. അവിടെ നാറ്റമുള്ള ഒരു നാറ്റം വമിക്കുന്ന ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അയാളുടെ തലയിൽ ഒരു ചിന്ത വന്നു, മോദിയെ പോലെയുള്ള ആളാണ് എന്ന് ഉറപ്പാണ്, അതുകൊണ്ടാണ് നാറ്റം വമിക്കുന്ന ഡ്രെയിനേജിന്റെ അടുത്ത് ചായക്കട ഇട്ടത്. അവിടെ ചായ കുടിക്കാൻ വരുന്ന ആളുകൾ തലയ്ക്കകത്ത് ചാണകം നാർന്ന സംഖ്യകളാണ് എന്നും ഉറപ്പാണ്. ലോകത്തിൽ മറ്റാരാണ് നാറ്റം വമിക്കുന്ന ഡ്രെയിനേജിന്റെ അടുത്തുള്ള പെട്ടിക്കടയിൽ ചായ കുടിക്കാൻ വരുന്നത്? വളരെ ആക്ഷനോടുകൂടിയാണ് ഈ വിവേകശൂന്യൻ ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചല്ലോ. തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. ആ ചായക്കടക്കാരൻ ഈ ദുർഗന്ധം വമിക്കുന്ന ഡ്രെയിനേജിന്റെ മുകളിൽ ഒരു പാത്രം തലകീഴായി വെച്ച് അതിന്റെ നടുക്ക് ഒരു തുളച്ച് അതിലൂടെ ഒരു പൈപ്പ് ഇട്ടു. ആ ഗട്ടറിൽ നിന്ന് വരുന്ന ഗ്യാസ് ഈ പൈപ്പിലൂടെ തൻ്റെ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ചായ ഉണ്ടാക്കുന്നതിന് ഈ ഗ്യാസ് ആണ് ഉപയോഗിച്ചു പോരുന്നത്. വളരെ സിമ്പിൾ ടെക്നോളജിയാണ്. ഇതും പറഞ്ഞ് ഭൂലോക മണ്ടന്മാർ ചിരിക്കുന്നത് പോലെയുള്ള ആ മണ്ടൻ ചിരിയും ചിരിക്കാൻ മറന്നില്ല. അതിനാൽ ഇന്ത്യക്ക് ഒന്നും പേടിക്കാനില്ല. ഇന്ത്യയുടെ ഗ്യാസ് സപ്ലൈ ഡ്രെയിനേജ് ഗ്യാസിൽ നിന്നുള്ള ഗ്യാസ് വഴി മോദി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇനി അതും പോരെങ്കിൽ മോദി ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ ഗ്യാസിന് യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് തെളിയിക്കുന്നതാണ് അമിത്ഷായുടെ ഈ വാക്കുകൾ. इतनी पुरानी डेमोक्रेटिक लेगेसी में शायद ही कोई प्रधानमंत्री होगा जो पार्टी की बैठक में डायस पर से उठकर फ्रेश होने के लिए भी नहीं जाता होगा. 3 दिन की कार्यकारिणी है तो 3 दिन पूरा. ഇവിടെ അമിത്ഷാ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: മോദി 3 ദിവസത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ടേബിളിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും എഴുന്നേറ്റ് കക്കൂസിൽ പോലും പോയില്ല. അങ്ങനെ സ്ഥിരമായി കക്കൂസിൽ പോകാത്ത മോദിയുള്ളപ്പോൾ മോദിയുടെ ഉള്ളിൽ അൺലിമിറ്റഡ് ഗ്യാസ് സപ്ലൈ കാണുമെന്ന് ന്യായമായും ഉറപ്പിക്കാം, അല്ലേ? കഷ്ടം തന്നെ ഷാജി. ഇതുപോലത്തെ സാധനങ്ങളാണ് ഇന്ന് ഇന്ത്യ എന്ന രാജ്യം ഭരിക്കുന്നത്. മോദിയുടെ ഡ്രെയിനേജിൽ നിന്നുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ ടെക്നോളജിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കേരള ഹാൻഡിൽ എഴുതിയത് ഇങ്ങനെയാണ്: 7 വർഷങ്ങൾക്ക് മുൻപ് മോദി ഇന്ത്യയെ ഗ്യാസിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ഒരു അതിനൂതനമായ ഐഡിയ ഇന്ത്യക്കാരുടെ മുന്നിൽ വെച്ചിരുന്നു. അതുവഴി ഗ്യാസിന്റെ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാം, സ്വയം പര്യാപ്തമാകാം. എന്നാൽ അന്ന് ആരും അദ്ദേഹത്തെ സീരിയസ് ആയി എടുത്തില്ല. പകരം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വ്യവസായങ്ങൾക്കുള്ള LNG റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അന്ന് മോദി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അത് കേട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധി നേരിടേണ്ടി വരികയില്ലായിരുന്നു. വീണ്ടും കേട്ട് പശ്ചാത്തപിക്കുകയും. വളരെ ശരിയാണ്. അന്ന് മോദി ഇത് പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ, വിവരമുണ്ടെന്ന് അഹങ്കരിക്കുന്നവർ ആ മഹാമനസ്കനെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ ചെയ്തത് കാരണം ഡ്രെയിനേജിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ ടെക്നോളജി നടപ്പിലാക്കിയില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇന്ത്യക്കാർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, മോദിയെ പോലെയുള്ള മഹാനുഭാവർ പറയുന്നത് ഇനിയെങ്കിലും കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതുപോലെ നട്ടലില്ലാത്ത, വിവേകമില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാനും
ഇയാളൊക്കെ പറയുന്നത് മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് പറയാനും ഇന്ത്യയിൽ ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് ദിനം പ്രതി. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?